We will tell them, look at our wonderful person, Mr. Amit Shah comments yesterday. Look at his arrogance. And few months back he said, we are here for 50 years. Nobody can move us. As if it is his father's property in this India. I will decide once in 5 years who has to do it. Not you. Okay, point number 1. മകരസംക്രാന്തിയോടനുബന്ധിച്ച് നരേന്ദ്രമോദി തന്റെ വസതിയിലെ പശുക്കൾക്ക് തീറ്റ നൽകുന്ന ചിത്രം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവെക്കുന്നു. വസതിയിലെ വിശാലമായ പുൽത്തകിടിയിൽ പശുക്കൾക്ക് പ്രധാനമന്ത്രി പാത്രത്തിൽ തീറ്റ നൽകുന്ന ചിത്രങ്ങളായിരുന്നു അത്. ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരുടെ നാട്ടിൽ നിന്നുള്ള ഒരാൾ എന്തൊരു വിരോധാഭാസമെന്ന് ആ ഫോട്ടോ പങ്കുവച്ച് ഒരാൾ എക്സിൽ കുറിച്ചു. രാജ്യം ഒരു ഏകാധിപതിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കെ അതിനെതിരെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. പള്ളി തകർത്ത് ക്ഷേത്രം പണിയുന്നിടത്ത് പൂജാരിയായി പ്രത്യക്ഷപ്പെടുന്ന പ്രധാനമന്ത്രിയുള്ള നാട്ടിൽ അങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ അയാളോളം ധൈര്യം മറ്റൊരു കലാകാരനും ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദി, നിങ്ങൾ നല്ലൊരു നടനാണ് എന്ന് നിരന്തരം അയാൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അഭിനയത്തിലും വ്യക്തിജീവിതത്തിലും ധൈര്യവും തൻ്റെടവും നിലപാടും മുഖമുദ്രയാക്കിയ കലാകാരൻ. 7 ഭാഷകൾ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന കർണാടകക്കാരനായ പതിറ്റാണ്ടുകളായി വെള്ളിത്തിരയിൽ വിസ്മയിപ്പിക്കുന്ന മനുഷ്യൻ പ്രകാശ് റായ് എന്ന പ്രകാശ് രാജ്. രാജ്യം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അത്ര കണ്ട് ആകുലതയുണ്ട് ആ മനുഷ്യന്. നിലനിൽപ്പിന് വേണ്ടി വാ തുറക്കാതിരിക്കുന്നവർക്ക് മുന്നിലാണ് മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് വെള്ളിത്തിരക്ക് പുറത്ത് അയാൾ പടവാളാകുന്നത്. ഇത്രമാത്രം രൂക്ഷമായി BJPക്കെതിരെയും മോദിക്കെതിരെയും പരസ്യമായി തുറന്നടിക്കുന്ന മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ കാണില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കാണാൻ അവസരം കിട്ടിയാൽ അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ പറയാമോ എന്ന് ഒരു തമിഴ് മാധ്യമപ്രവർത്തകൻ അഭിമുഖത്തിനിടെ പ്രകാശ് രാജിനോട് ചോദിച്ചു. ഇല്ല, എനിക്ക് അദ്ദേഹത്തെ കാണാൻ താല്പര്യമില്ല എന്നാണ് ചിരിച്ചുകൊണ്ട് പ്രകാശ് രാജ് മറുപടി നൽകിയത്. എന്നാലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചുകൂടെ എന്ന് മാധ്യമപ്രവർത്തകർ പിന്നീട് ചോദിച്ചു. ആ നിമിഷം പ്രകാശ് രാജിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, നിങ്ങൾ ചായക്കടക്കാരനായിരുന്നെന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ചായയെങ്കിലും നിങ്ങൾക്ക് നന്നായി ഇടാൻ അറിയാമോ എന്ന് ഞാൻ ചോദിക്കും. തെല്ലമ്പരപ്പോടെയാണ് ആ മാധ്യമപ്രവർത്തകൻ ആ മറുപടി കേട്ടത്. ഇങ്ങനെ ഭയമില്ലാതെ സംസാരിക്കാൻ പ്രകാശ് രാജിനെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നികുതി അടക്കുന്ന പൗരനാണ്, ഭരണകൂടത്തിൻ്റെ ദുശ്ചെയ്തികളെ ചോദ്യം ചെയ്യണം, അതിനോട് സമരസപ്പെട്ടു പോകുന്നത് നല്ല കലാകാരനോട് ചേർന്ന നിലപാടല്ലെന്നും നമ്മുടെ ശബ്ദങ്ങൾ കൂടുതൽ ശക്തമാകേണ്ട സമയമാണിതെന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രകാശ് രാജ് BJPയിൽ ചേരുന്നു എന്ന തരത്തിൽ ഒരിടക്ക് വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരുന്നു. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഏറെ രസകരമായിരുന്നു. ദി സ്കിൻ ഡോക്ടർ എന്ന XID ആണ് പ്രകാശ് രാജ് BJPയിൽ ചേരുമെന്ന കുറിപ്പ് പങ്കുവച്ചത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടൻ പ്രകാശ് രാജ് BJPയിൽ ചേരും എന്നാണ് പോസ്റ്റിൽ പറയുന്നത്. ഇതിൻ്റെ സ്ക്രീൻഷോട്ടിനൊപ്പമാണ് പ്രകാശ് രാജിൻ്റെ മറുപടി: അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആശയപരമായി എന്നെ വാങ്ങാനുള്ള പണം അവരുടെ കയ്യിലില്ലെന്ന് ബോധ്യമായിട്ടുണ്ടാകും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സുഹൃത്തുക്കളെ എന്നാണ് പ്രകാശ് രാജിൻ്റെ പോസ്റ്റ്. ഒരു പള്ളി പൊളിക്കുക, അവിടെ ഒരു ക്ഷേത്രം പണിയാൻ ഒരു ഭരണകൂടം തന്നെ മുന്നിൽ നിൽക്കുക. ബാബരി ഇന്ത്യൻ മതേതരത്തിൻ്റെ നെഞ്ചിൽ ആഞ്ഞുകുത്തിയതിൻ്റെ ഉണങ്ങാത്ത മുറിവാണ്. അവിടെയാണ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പൂജാരിയുടെ വേഷം ധരിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ അനീതിക്കെതിരെ ശബ്ദിച്ച ഏക നടൻ കൂടിയായിരുന്നു പ്രകാശ് രാജ്. പൂജാരിയായ പ്രധാനമന്ത്രി എന്നാണ് മോദിയെ പ്രകാശ് രാജ് വിളിച്ചത്. എൻ്റെയും നിങ്ങളുടെയും വീടായ പാർലമെൻറ്റ് മന്ദിരത്തിൽ പോലും ക്ഷേത്രത്തിലേതുപോലെ പൂജകൾ നടന്ന രാജ്യത്ത്, പ്രധാനമന്ത്രി സ്ഥാനം പോലും മറന്ന് പൂജാരിയായ രാജ്യത്ത് ഇനിയും നിശബ്ദരായിരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഈ രാജ്യത്ത് ഇങ്ങനെ നിശബ്ദമാകുന്നത് ഭാവി തലമുറയോട് ചെയ്യുന്ന തെറ്റാണ്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. നിശബ്ദരായിരുന്നവർക്ക് ചരിത്രം മാപ്പു തരില്ലെന്നും അദ്ദേഹം അതിനോട് ചേർത്ത് പറയുന്നു. കേരളത്തിൽ BJPക്കുണ്ടായിരുന്ന ഏക MLA സീറ്റും നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയായിരുന്നു: ദൈവത്തിൻ്റെ സ്വന്തം നാട് ചെകുത്താനെ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു, അഭിനന്ദനം. മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറി അവരുടെ ജീവനെടുത്ത ബുള്ളറ്റുകളാണ് പ്രകാശ് രാജ് നടൻ്റെ ഉള്ളിലെ തീക്ക് കനൽ കോരിയിട്ടത്. 30 ആണ്ടിന് മുകളിൽ സൗഹൃദമുണ്ടായിരുന്ന പ്രിയ കൂട്ടുകാരുടെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങിയത് വെറും ബുള്ളറ്റുകൾ മാത്രമായിരുന്നില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അത് രാജ്യത്ത് പടർന്നു പന്തലിക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൂടിയായിരുന്നു. അതിനെതിരെ നിരന്തരം ശബ്ദിക്കണമെന്ന ഉറച്ച ബോധ്യമാണ് അയാളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് ഫേസിൽ അത്ര ഹിന്ദു മുസ്ലിം അയാൾ സംസാരിച്ചില്ല. But the minute he is going to Rajasthan and UP, he realizes it has not worked. He has gone back to the same 2014, 2019 rhetoric, and he is looking so ugly. കന്നഡക്കാരനാണെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ തമിഴർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന ഭീതി നിറഞ്ഞിരുന്ന ഒരു കൗമാരക്കാരൻ കാലം കടന്നപ്പോൾ ആ പേരുകാരൻ രാജ്യമെങ്ങും പൊന്നും വിലയുള്ള നടനായി. ഒരു കാലത്ത് നാടകവേദികളിൽ നിന്ന് പ്രതിദിനം 10 രൂപ സമ്പാദ്യമുണ്ടായിരുന്ന നടൻ ഇന്ന് ബോളിവുഡിലും തെന്നിന്ത്യയിലും ഒരുപോലെ മിന്നിത്തിളങ്ങി നിൽക്കുന്നതിനാണ് കാലം സാക്ഷിയായത്. സഹനടനായും വില്ലൻ വേഷങ്ങളിലും പല സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെയും ഭാഗമായി.
6 ഭാഷകളിൽ സ്വന്തം ശബ്ദത്തിൽ തന്നെ ഡബ് ചെയ്യുന്ന നടൻ. കർണാടകയിലെ ബംഗളൂരുവിലാണ് മഞ്ജുത റായിയുടെയും സ്വർണ്ണലത രാജിൻ്റെയും മകനായി പ്രകാശ് രാജിൻ്റെ ജനനം. നടൻ പ്രസാദ് രാജ് സഹോദരനാണ്. പ്രകാശ് റായി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. സംവിധായകൻ കെ ബാലചന്ദ്രൻ്റെ ഉപദേശപ്രകാരമാണ് അദ്ദേഹം റായിക്ക് പകരം രാജ് എന്ന പേര് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ബംഗളൂരുവിലെ സെൻറ്റ് ജോസഫ്സ് ഇന്ത്യൻ ഹൈസ്കൂൾ, സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കൊമേഴ്സ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാടകത്തിലായിരുന്നു അഭിനയത്തിൻ്റെ ആദ്യ തുടക്കം. പിന്നീട് കോളേജിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയെങ്കിലും അതിനെ അത്ര ഗൗരവത്തിൽ രാജ് എടുത്തില്ല. ബംഗളൂരുവിലെ കലാക്ഷേത്രയിൽ തിയേറ്റർ റിഹേഴ്സലിൽ പങ്കെടുക്കാൻ തുടങ്ങിയതോടെയാണ് സ്റ്റേജ് ഷോകളോടുള്ള ഇഷ്ടം വളർന്നത്. തുച്ഛമായ പ്രതിഫലത്തിന് തുടർച്ചയായി സ്റ്റേജ് ഷോകളിൽ ആ കാലയളവിൽ പ്രകാശ് രാജ് അഭിനയിച്ചു. പിന്നീട് മിനി സ്ക്രീനിലേക്കുള്ള എൻട്രി. ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത ഗുഡ് ദാദ ഭൂത, ബിസുലു കുതിരെ തുടങ്ങിയ സീരിയലുകളിലൂടെയായിരുന്നു രാജ് ടെലിവിഷനിൽ തൻ്റെ അഭിനയ ജീവിതം ആരംഭിച്ചത്. പിന്നീട് കന്നഡ സിനിമകളിൽ സപ്പോർട്ടിംഗ് റോളുകളിൽ അഭിനയിക്കാൻ തുടങ്ങി. ഹരകേയ കുറി എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം സിനിമയിലെ നായിക ഗീതയുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. അവർ രാജിനെ സംവിധായകൻ കെ ബാലചന്ദ്രന് പരിചയപ്പെടുത്തി. അദ്ദേഹം തന്റെ തമിഴ് ചിത്രമായ ഡ്യൂറ്റിൽ ഒരു പ്രധാന വേഷം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. ഇതാണ് പ്രകാശ് രാജിൻ്റെ തലവര മാറ്റിയത്. പിന്നീട് ഭാഷകൾ പലതും കടന്ന് പ്രകാശ് രാജ് ഡയലോഗ് പറഞ്ഞു. കുറച്ച് തമിഴ്, കന്നഡ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ട ശേഷം 1995 സങ്കല്പം എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലേക്കുള്ള രംഗപ്രവേശനം. അതേ വർഷം മണിരത്നത്തിൻ്റെ തമിഴ് റൊമാൻറ്റിക് ചിത്രമായ ബോംബെയിലെ പ്രകടനം. തൊട്ടടുത്ത വർഷം 1996 സുരേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത ദ പ്രിൻസ് എന്ന ചിത്രത്തിലൂടെ പ്രകാശ് രാജ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. പിന്നെ എത്രയെത്ര മലയാള ചിത്രങ്ങൾ. ഇന്നും ഇടക്ക് വന്ന് ആ തമിഴും ഇംഗ്ലീഷും കലർന്ന മലയാള ഡയലോഗുകൾ പറഞ്ഞ് വിസ്മയിപ്പിക്കുന്നുണ്ട് പ്രകാശ് രാജ്. മണിരത്നത്തിൻ്റെ ഇരുവരാണ് പ്രകാശ് രാജ് എന്ന നടൻ്റെ റേഞ്ച് ഉയർത്തിയത്. ചിത്രത്തിലെ പ്രകടനത്തിന് 97 മികച്ച സാധനമുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. 2008 പ്രിയദർശൻ്റെ കാഞ്ചീപുരത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡും പ്രകാശ് രാജിനെ വീണ്ടും തേടിയെത്തി. ആശ എന്ന ചിത്രത്തിൽ ഭാര്യയുടെ അനുജത്തിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നയാളെ അവതരിപ്പിച്ചപ്പോൾ പ്രകാശ് രാജിന് വില്ലൻ മുദ്ര വീണു. പിന്നാലെ വില്ലൻ വേഷങ്ങളുടെ ആറാട്ട്. പ്രകാശ് രാജ് എന്ന വില്ലനോട് പ്രേക്ഷകർക്ക് ദേഷ്യത്തിൽ കലർന്ന ഒരിഷ്ടം തോന്നി. ചെല്ലമെന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ വിളിക്കുന്ന ആരാധകരുണ്ടായി. അദ്ദേഹത്തിന് മാറ്റിവെച്ച വേഷങ്ങളിൽ മറ്റാരെയും സങ്കല്പിക്കാൻ തോന്നാത്ത തരത്തിൽ പ്രകടനം കൊണ്ട് അദ്ദേഹം വിസ്മയിപ്പിച്ചുകൊണ്ടേയിരുന്നു. നടനായും നിർമ്മാതാവായും സംവിധായകനായും സിനിമയ്ക്കൊപ്പം അദ്ദേഹം നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ദക്ഷിണേന്ത്യയിലെ വിവിധ ഭാഷകളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട നടനായി അദ്ദേഹം മാറുമ്പോഴും വ്യക്തിജീവിതത്തിലും ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അദ്ദേഹത്തെ വേട്ടയാടി. അതിലേറ്റവും വലുത് 5 വയസ്സുകാരനായ മകൻ സിദ്ധുവിൻ്റെ മരണമായിരുന്നു. പട്ടം പറത്തുന്നതിനിടെ മേശയിൽ നിന്ന് താഴെ വീണാണ് മകൻ്റെ അകാല വിയോഗമുണ്ടാകുന്നത്. ഇതോടെ ആകെ തകർന്ന പ്രകാശ് രാജ് അതിൽ നിന്ന് തിരിച്ചു വരാൻ ഒരുപാട് കാലമെടുത്തു. അതിനിടെ വിവാഹമോചനവും സുഹൃത്തിൻ്റെ കൊലപാതകവും. സിനിമയ്ക്ക് പുറത്ത് ഒരിടക്ക് താണ്ടിയത് അത്രയും നോവിൻ്റെ കടലുകളായിരുന്നു. ഇങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞാൽ അത് അഭിനയ ജീവിതത്തെ ബാധിക്കില്ലേ എന്ന ചോദ്യത്തോട് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു ചിരി മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് മറുപടിയായി നൽകാൻ. നിശബ്ദനായിരിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന ബോധ്യമാണ് അയാളെ നയിക്കുന്നത്. കാരണം ഈ കെട്ടകാലത്ത് ഭീരുവായി മരിക്കുന്നതിനേക്കാൾ ധീരനായി ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു. പ്രകാശ് രാജ് വേറെ തന്നെ ഒരു ജന്മമാണ്. അധികം എവിടെയും കണ്ടുകിട്ടാത്ത ഒരു തരം മനുഷ്യൻ.